ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അവിടെ മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് നടക്കുകയാണ്. തോമസ് ഐസക്, സത്യനന്ദിക്കാട്, IM വിജയൻ, മന്ത്രി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ, വെരി ഗുഡ് മോർണിംഗ്. VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ വിളവെടുപ്പ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സുനിൽകുമാർ ഇപ്പോൾ സ്ഥലത്തുണ്ടോ? ആ പാടമൊക്കെ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കൂ. കണ്ണിന് കുളിർമയേവുന്ന കാഴ്ച. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മീനച്ചൂട് പതുക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുൻ മന്ത്രി, കൃഷിമന്ത്രി, അതുപോലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുനിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ്. ഗംഭീരമായ വിളവെടുപ്പാണ്. നമുക്ക് ഒരു കാര്യം ചെയ്താൽ ആദ്യം രണ്ട് തണ്ണിമത്തം മുറിച്ച് തുടങ്ങാം. സാധാരണ കേക്ക് മുറിച്ചാണ് പരിപാടി തുടങ്ങാറ്. പക്ഷേ ഇപ്പോൾ നമുക്ക് തണ്ണിമത്തം മുറിച്ച് തന്നെ തുടങ്ങാം. രണ്ട് നിറമുള്ള, അതായത് സുനിച്ചേട്ടൻ പറയുന്നത് പാർട്ടിയുടെ നിറമുള്ളവരുണ്ട് നമ്മുടെ. ഒരു ചുവപ്പ്, അതൊന്ന് മുറിച്ചേ ആദ്യം. രണ്ടും കൊടുക്കുക. ഒന്ന് മഞ്ഞയും ചുവപ്പാണ്, ഒക്കെ നമ്മുടെ നിറാണെന്നാണ് സുനിച്ചേട്ടൻ പറഞ്ഞത്. അതെ സുനിച്ചേട്ടൻ തന്നെ മുറിച്ച് നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് കഥയിലേക്ക് പോകാൻ നമുക്ക് തോന്നുന്നു. ഗംഭീരം. വിളവെടുപ്പ് ഉദ്ഘാടനം റിപ്പോർട്ടറിൽ മുൻ മന്ത്രി VS നിർവഹിക്കുകയാണ്. അതാ ഉള്ളിലെ കടും. ഇത് നമ്മുടെ പാർട്ടിയുടെ കളറാണ് കേട്ടോ. അതെ, ചോപ്പാണ്. അടുത്തത് രണ്ടാമത്തെ തണ്ണിമത്തൻ. ഇത് ഗംഭീര മഞ്ഞ. അതാ മഞ്ഞ നിറം. മഞ്ഞ. അപ്പൊ നമ്മള് ചോപ്പും മഞ്ഞയും കലക്കിയിട്ടാണ് തകർക്കാൻ പോണത്. നമുക്ക് സുനിച്ചേട്ടനോട് കാര്യങ്ങൾ ഇനി ചോദിച്ചറിയാം. ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് ആദ്യം തന്നോട്ടെ ഞങ്ങൾക്ക് വന്നപ്പോ. അപ്പൊ ഇത് ടേസ്റ്റ് നോക്കണല്ലോ, എന്നിട്ട് വേണമല്ലോ നമ്മൾ സുനിച്ചേട്ടൻ നിർത്താനായിട്ട്. അത് തിന്നാം. ഗംഭീര സാധനമാണ്. അടിപൊളി. ബ്രാൻഡ് ചെയ്യുന്നതല്ല, സുനിച്ചേട്ടന്റെ ബ്രാൻഡാണത്. ഞങ്ങൾ VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് 14 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ചെയ്യുന്ന കൃഷി ഇത്തവണ മഞ്ഞ നിറത്തിലുള്ളതും ചുവപ്പ് നിറത്തിലുള്ള 2 തരം തണ്ണിമത്തൻ ഞങ്ങൾ കൃഷി ചെയ്തു. ആ കൃഷി വൻ വിജയമായിരിക്കുകയാണ്. ഇപ്പോൾ തോമസ് ഐസക്, IM വിജയത്തി, നമ്മുടെ താരം പത്മശ്രീ IM വിജയൻ. അതായത് ഫുട്ബോളിലെ വലിയ വിളവെടുപ്പ് നടത്തിയ IM വിജയനും പത്മശ്രീ ഡോക്ടർ IM വിജയനും രാഷ്ട്രീയത്തിൽ വിളവെടുപ്പ് നടത്തിയ VS സുനിൽകുമാർ, രണ്ടുപേരും നമ്മുടെ അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്നത്. എന്തപ്പോ ഈ കാണുന്നത്? ഇപ്പൊ അവിടെ കളി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അല്ലേ? ഇപ്പൊ കഴിക്കേ അത് സുനിച്ചേട്ടൻ ഗ്യാരണ്ടി അല്ലേ? അതാണ്. കഴിക്കേ. അതാ അല്ല സുനിച്ചേട്ടൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരും വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ സുനിച്ചേട്ടൻ, ഇതിപ്പോ എത്ര ഏക്കറിലാണ്? എന്താണ് ഇതിന്റെ പ്രത്യേകത? 14 ഏക്കർ സ്ഥലത്ത് ഞങ്ങള് കൊടുത്തിരിക്കുകയാണ്. 14 ഏക്കർ. അവർക്കൊന്ന് കൊടുക്കാതെ അതായത് ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട്? എങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റിംഗ്? എങ്ങനെയാണ് കാര്യങ്ങൾ? 3 കൊല്ലമായിട്ട് ഞങ്ങൾ ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും, ലുലുവിൽ കൊടുക്കുന്നുണ്ട്, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ, പിന്നെ എലൈറ്റ് സൂപ്പർ മാർക്കറ്റുകാർ ഞങ്ങളുടെ നാട്ടുകാരനാണ്, നമ്മുടെ വിജയകുമാർ, അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ലോക്കലായിട്ടുള്ള എല്ലാ കടകളിലും ഞങ്ങളുടെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ബ്രാൻഡ് ചെയ്തിട്ടാണ്, സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നതാണ്. അത് നാടൻ തണ്ണിമത്തനാണ്. നാളെ എന്ത് വന്നാലും നമ്മൾ ഉത്തരവാദിത്തം. ഞങ്ങൾ ഉത്തരവാദിത്തം വെച്ചാൽ അതിന് IM വിജയൻ ഗ്യാരണ്ടി അല്ലേ? തിന്ന വഴിക്ക് മനസ്സിലായില്ലേ? IM വിജയന് തിന്ന വഴിക്ക് പറഞ്ഞില്ല, ചേട്ടൻ ഭയങ്കര മധുരാന്ന് പറഞ്ഞു. അല്ല, IM വിജയൻ ഇപ്പോ തൃശ്ശൂര് ഒരുപാട് പേർക്ക് മധുരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വലിയ ഫുട്ബോൾ, ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം വലിയ ഫുട്ബോൾ മത്സരം ഞാൻ കണ്ടു. ഞങ്ങള് കറുപ്പിനെ ഏഴഴകാന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ. അതാണ് അതിനെ കൂടി ചോദിക്കേണ്ടതുണ്ട്. ഇന്നലെ നടന്ന വിവാദം, വിജയനൊക്കെ കറുപ്പ്. അതായത് വിജയേട്ടനോട് നമുക്കൊരു കാര്യം ചോദിക്കണം. ഇന്നലെ വലിയ വിവാദം നടക്കുകയായിരുന്നല്ലോ, നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. എന്താണ് ഇങ്ങനെയൊക്കെ ഇപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്? എനിക്കറിയില്ല, ഇത് ബുദ്ധിയില്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയാ, ഇപ്പോഴത്തെ കാലത്ത് 2025 ഇതൊക്കെ പഴയ അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പാടത്ത് പണി കഴിഞ്ഞ് വന്നിട്ട് ഇലയില് ഇങ്ങനെ ഒക്കെ നടക്കും ബൈ. ഇന്നാലും നമ്മുടെ ആളുകളുടെ മനസ്സ് മാറുന്നില്ല. എന്താ സുനിച്ചേട്ടത്? അതായത് ആളുകളുടെ മനസ്സിനകത്ത് പഠിപ്പ് കൂടിയതിന്റെ പ്രശ്നം അതുകൊണ്ട്, പഠിപ്പ് കൂടിയതിന്റെ പ്രശ്നമാണ്. മനസ്സിനകത്ത് ഒരു നെഗറ്റീവുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയുന്നതിനൊന്നും ഇന്നത്തെ കാലത്ത് യാതൊരു അർത്ഥമില്ല. അവനവൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സൗന്ദര്യം എന്നുള്ളത്
ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണിത്. അല്ല, രാജ്യത്തിന്റെ അഭിമാനമായ വിജയേട്ടൻ ഒരു ചീഫ് സെക്രട്ടറി ആവാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല, അത് വലിയ കാര്യം. അത് ഭാര്യയും ഭർത്താവാന്ന് പറഞ്ഞ ഗ്രേറ്റ് ആണ്. അവരിനൊക്കെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ചേട്ടാ നോമ്പോറുണ്ട്. എൻ്റെ വീട്ടില് നമ്മളെ വിളിച്ചില്ല, നോമ്പോറ് അതാര എൻ്റെ ഫ്രണ്ട് താഹിർ എന്ന് പറഞ്ഞവനാണ് ആ ചെയ്ത്. പിന്നെ എന്ത് ജാതിയും അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ചേട്ടാ അല്ലേ അല്ല പിന്നെ അത്രേ ഉള്ളൂ. അത് നമ്മള് ചീഫ് സെക്രട്ടറിയുടെ ഒപ്പാ ഞാനൊക്കെ 100% ഒപ്പാണ്. അല്ല, ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാനും പാടില്ല. ഈ സമൂഹത്തിൽ തുടച്ചു നീക്കപ്പെടേണ്ട ചിന്തകളാണ് അത്. അപ്പൊ ഇപ്പൊ അരുൺകുമാർ, ഒരു കാര്യം മനസ്സിലായില്ല, ഇവിടെ തണ്ണിമത്തന്റെ വിളവെടുപ്പ് മാത്രമല്ല, ആശയങ്ങളുടെ വിളവെടുപ്പ്, ഐക്യദാർഢ്യത്തിന്റെ വിളവെടുപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് തൃശ്ശൂരിന്റെ ഒരു തണ്ണിമത്തൻ ഇങ്ങനെ കൊതിച്ച് നിപ്പുണ്ട്. രാവിലെ കൊതിപ്പിക്കരുത് എന്ന് പറയണം. ഒരു തണ്ണിമത്തൻ ഇങ്ങോട്ടൂടെ കയറ്റി വിട്ടുള്ളൂ. റിപ്പോർട്ടർ മേൽവിലാസം കൂടെ കൊടുത്തോളൂ സുനിൽകുമാർ. സുനിച്ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുനിച്ചേട്ടൻ പറയുന്നത് അവിടെ ഒരുപാട് ആളുകളുണ്ട്, 2 തണ്ണിമത്തം കയറ്റി വിടണമെന്നാണ് വേണം. അരുണ് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ എവിടെ കൊടുക്കാൻ പറ്റും? അത് ഞാൻ പറഞ്ഞു. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് അരുൺ ഇവിടെ വാ. ഇത് ലഹരിക്കെതിരായിട്ടുള്ള കൃഷിക്കാരുടെ പോരാട്ടമാണ്. തീർച്ചയായിട്ടും കൃഷി ലഹരിയാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ ഇത്തവണത്തെ അത് അരുൺകുമാർ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. സുനിച്ചേട്ട കൃഷി ലഹരിയാക്കി മാറ്റണം, ഫുട്ബോൾ ലഹരിയാക്കി മാറ്റണം. ലഹരി എതിരെ യുദ്ധത്തില് 2 ആശയങ്ങൾ ഒന്നിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണത്. അപ്പോൾ ഗംഭീരമായി ആ ഒരു മെസ്സേജ് കൂടി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുക. അരുണിന് വേണ്ട തണ്ണിമത്തം ഞാൻ പിന്നെ ജെയ്സന്റെ കൊടുത്തേക്കാം. വണ്ടിയിൽ കയറ്റി ഒരു മഞ്ഞയും ഒരു ചോപ്പും ഞാൻ കൊടുത്തേക്കുന്നുണ്ട്. എത്തിക്കാൻ ഏർപ്പാട് ചെയ്യാം. അത് എവിടെ എത്തിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ അവിടെ എത്തിക്കാൻ ഏർപ്പാട് ചെയ്യാം. നമ്മുടെ ഇതിനെ പറ്റി അപ്പൊ വിജയേട്ടന് കൂടി ഒന്നും പറയാണ്ട്. അതായത് 2 കാര്യങ്ങളുടെ ആശംസ വേണം. ഒന്ന്, ലഹരിക്കെതിരായുള്ള പോരാട്ടം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ നമ്മുടേതായ റൂട്ടിലൂടെ നടക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ. അതുപോലെ തന്നെ ഈ വർണ്ണവിഭാജനത്തിൻ്റെതായിട്ടുള്ള പോരാട്ടം കൂടി എല്ലാം കൂടി ഒന്നിച്ച് നടത്തേണ്ട ഒരു അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സമൂഹം. നിറങ്ങൾക്കല്ലേ കറുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതാ പറഞ്ഞത്. അതായത് നിറത്തിനെതിരായിട്ടുള്ള അത്തരം ആശയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം, അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, 2 ദൗത്യം ഒരുപോലെ കൈ മുറിച്ചൊക്കെ എല്ലാരും മുറിച്ച പോലെയാണ്. ചോപ്പും മഞ്ഞുണ്ട്. ഇതെന്ത് സൂര്യകാന്തി ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. സൂര്യകാന്തി നമ്മള് നട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യത്തിനാണ്. ഒന്ന്, കീടരോഗങ്ങൾ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ആൾക്കാർക്ക് വന്ന ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരും. വിജയനും VS സുനിൽകുമാറുമാണ്. ഒന്ന് കൃഷിയെ ലഹരിയാക്കിയ ഒരാൾ, മറ്റൊരാൾ ഫുട്ബോളിനെ ലഹരിയാക്കിയ ഒരാൾ എന്നുള്ളതാണ്. ആ നാടിന്റെ ഒരു സന്തോഷം ഈ മനോഹരമായ ഫ്രെയിമിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഈ കൊലയുടെയും ലഹരിയുടെയും ഒക്കെ വാർത്തകൾക്കിടയിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് അല്ലേ? ഒന്ന് ചുവപ്പ് നിറത്തിലുള്ള തണ്ണിമത്തൻ, മറ്റൊന്ന് മഞ്ഞ നിറത്തിലുള്ള തണ്ണിമത്തൻ. 2 തണ്ണിമത്തനും മുറിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ TVയിലൂടെ ഒരു വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് VS സുനിൽകുമാറും IM വിജയനും. ഒപ്പം നമുക്കുള്ള തണ്ണിമത്തൻ ആണ്, നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ജെയ്സന്റെ കയ്യിൽ കൊടുത്തുവിടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല തണ്ണിമത്തനൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുക.